ഹലോ, ഗുട്ടൻ ഡാക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊണോമിൻസിന്റെ മലയാള അർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ പേഴ്സണൽ പ്രൊണോമിൻസ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ. അപ്പോൾ മലയാളത്തിലാകുമ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് സെന്റൻസിൽ യൂസ് ചെയ്യാനും ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിക്ക് യൂസ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 3 കേസസ് അല്ലെ, 3 കേസസിൽ 3 പേഴ്സണൽ പ്രൊണോമൻ, 3 സെറ്റ് ഓഫ് പേഴ്സണൽ പ്രൊണോമൻ വീതം ഉണ്ട്. ഇന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോമിനാറ്റീവ് കേസിന്റെ പേഴ്സണൽ പ്രൊണോമൻ ആണ് നോക്കാൻ പോകുന്നത്. നോമിനാറ്റീവ് കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ സബ്ജക്ട് എപ്പോഴും ഏത് കേസാണ്, നോമിനാറ്റീവ് കേസ് ആണല്ലേ. അപ്പൊ ഈ നോമിനാറ്റീവ് കേസ് വരുന്ന പേഴ്സണൽ പ്രൊണോമൻസ് എല്ലാം എന്താണ്, സബ്ജക്റ്റുകളാണെന്നുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, സോ നമുക്ക് പേഴ്സണൽ പ്രൊണോമൻസ് ഒന്ന് നോക്കാം അല്ലെ. ഇഷ്, ഞാൻ എന്നുള്ള അർത്ഥം. ദു, നീ എന്നുള്ളത്. എർ, അവൻ. യെസ്, അത്. സി, അവൾ. വിയർ, ഞങ്ങൾ. ഇയർ, നിങ്ങൾ. പിന്നെ ഒരു ഫോർമൽ യു ഉണ്ടല്ലേ, സി എന്നുള്ളത്. 2 സി ഉണ്ട്, അതിലൊരെണ്ണം ഫോർമൽ ആണ്. സോ ആ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്ന ഫോർമലിന് താങ്കൾ എന്നുള്ള അർത്ഥവും അതേപോലെ തന്നെ ഒരു സിയും കൂടെ ഉണ്ട്, ആ സിക്ക് അവർ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്.